സോണി, ഞാൻ ചോദിച്ചത് തിയേറ്ററുകൾക്ക് സംഭവിക്കുന്നത് അത് വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന ഒരാളാണ് താങ്കൾ. എമ്പുരാനിലാണ് ഒരു പ്രതീക്ഷ, അല്ലേ സോണി? എമ്പുരാനിലാണ് ഒരു പ്രതീക്ഷ. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെ കേരളത്തിലെ തിയേറ്ററുകൾ കടന്നു പോകുന്നത്. കേരളത്തിലെ തിയേറ്ററുകൾ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. അതായത് എന്റെ ഒരു സിനിമാ ജീവിതത്തിൽ ഇത്രയും നാളിനുള്ളിൽ ആദ്യമായിട്ടാണ് ഈ ഒരു 90% തിയേറ്ററുകളും കേരളത്തിൽ അടച്ചു കിടക്കുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് 760 സ്ക്രീൻ ഉണ്ടെങ്കിൽ ഏതാണ്ട് 700 സ്ക്രീനോളം നമ്മൾ ഇന്ന് തിരക്കിയപ്പോഴത്തേക്ക് ഷോ ഇല്ലാതെ അടച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പേ പറഞ്ഞതുപോലെ, ജോബി പറഞ്ഞതുപോലെ, തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ ആളുകൾ വരുന്നില്ല എന്നാണ്. തിയേറ്ററിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ കാണാനാണ് ആളുകൾ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മരക്കാർ പോലുള്ള സിനിമകൾ ഇപ്പൊ കേരളത്തിലെ തിയേറ്ററുകൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. പക്ഷെ എത്ര മരക്കാർ പോലോ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഈ വരാൻ പോകുന്ന വലിയ പടങ്ങൾ, ഈ അടുത്ത ആഴ്ചയൊക്കെ വരാൻ പോകുന്ന എമ്പുരാൻ പോലുള്ള വലിയ പടങ്ങളെ കുറിച്ചാണ് നമുക്ക് തിയേറ്ററുകാർക്ക് ഒരു വലിയ പ്രതീക്ഷ. അപ്പൊ എമ്പുരാൻ പോലുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ എത്രമാത്രം ഇനി അങ്ങോട്ട് വരും എന്നുള്ളതാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബഡ്ജറ്റിൽ സിനിമയെടുത്ത് ലോകം മൊത്തം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാൻവാസാണ് മലയാള സിനിമ. ഇവിടെ ഇതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡിന് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് ആളുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഈ OTTയുടെ പ്രവേശനം. OTT വരുന്ന സമയത്ത് കൃത്യമായിട്ട് കേരളത്തിലെ തിയേറ്ററുകൾ അന്ന് പറഞ്ഞിരുന്നു, ഈ സിനിമയിലേക്ക് വരുന്ന പ്രേക്ഷകരെ, തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരെ അകറ്റാൻ OTT ഒരു കാരണമാകും. ദൃശ്യം 2, മാലിക് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഡയറക്റ്റ് OTTയിലേക്കാണ് പോയത്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് OTTയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വ്യൂവേഴ്സ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ പറയും, ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ സിനിമ വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്, അവര് നല്ല കണ്ടന്റ് ഉള്ള കൊള്ളാവുന്ന സിനിമാ തിയേറ്ററിൽ ഓടുന്ന പടങ്ങൾ മാത്രമേ അവർ എടുക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ OTT ഒരുപാട് സിനിമ എടുക്കുമെന്ന് കരുതി പലരും സിനിമയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ മുമ്പേ ജോബി പറഞ്ഞതുപോലെ ഒരു കണ്ടന്റ് ഒന്നും അധികം നോക്കാതെ തല്ലിക്കൂട്ടി ഒരുപാട് സിനിമകൾ വന്നു. ആ ഒരുപാട് തല്ലിക്കൂട്ടി സിനിമകൾ വന്നത് യഥാർത്ഥത്തിൽ പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുണ്ട്. ആ വെറുപ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് അകന്നു. ഇപ്പൊ ആദ്യത്തെ ഷോ കണ്ട് കൊള്ളാം, അല്ലെ നല്ല റിവ്യൂ ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് സിനിമ തിയേറ്ററിലേക്ക്. ഈ പറഞ്ഞ സിനിമകൾ, കുറെ സിനിമകളുടെ കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടില്ല. അതിലൊക്കെ നമ്മൾ കേട്ട പേരുകൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി കേട്ടിട്ടുണ്ട്, ബ്രോമാൻസ് കേട്ടിട്ടുണ്ട്, ദ്രാവിദ് കേട്ടിട്ടുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി കേട്ടിട്ടുണ്ട്, ഈ നാരായണിന്റെ 3 ആൺമക്കൾ കേട്ടിട്ടുണ്ട്. ബാക്കി സിനിമകളൊന്നും കേട്ടുകളില്ലാത്ത പേരുകളാണ്. ഇതൊക്കെ എങ്ങനെ വരുന്നു? ഈ തിയേറ്ററിൽ കളിച്ച സിനിമകളാണോ ഇത്? അല്ല, ബാക്കിയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ കളിച്ചു പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം 10, 60, 70 അല്ലെങ്കിൽ 100 സ്ക്രീനിൽ പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഷോ പോലും ഒരു തിയേറ്ററിൽ ഓടാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഈ 10,000 രൂപ വരെ ഓൾ കേരള കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു, 10,000 താഴെ വരെ കളക്ഷൻ ഉണ്ടായ പടം പോലും ഒരുപാടുണ്ട്. 223 സിനിമകൾ റിലീസ് ആയതിനകത്തിൽ 10, 15, 20 സിനിമ മാത്രമാണ് എന്തെങ്കിലും ഒരു കളക്ഷൻ വന്നത്. അത്രമാത്രം ദയനീയമായ രീതിയിലാണ് ഇത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ ആയാലും ശരി, സിനിമാ തിയേറ്ററുകൾക്ക് മേളിൽ അടിച്ചേൽപ്പിക്കുന്ന ടാക്സുകൾ, അത് ഒരു ഭയങ്കരമായ ടാക്സാണ്. 30% മേളിലാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 2 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു തിയേറ്ററിൽ ഏതാണ്ട് 60 ലക്ഷം രൂപയോളം ടാക്സ് ഇനത്തിൽ പോവുകയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ഷെയർ കഴിഞ്ഞിട്ട് 10, 60 ലക്ഷം രൂപ താഴെയാണ്. അതിനകത്ത് ഭീമമായ കറണ്ട് ചാർജായ 10, 35 ലക്ഷം രൂപ. പിന്നെ സ്റ്റാഫിന്റെ ശമ്പളമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പഴയതുപോലല്ല. 10, 20, 25 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് ഒരു വർഷം തിയേറ്റർ കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്കാണ് സിനിമ തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കൃത്യമായ രീതിയിൽ സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഈ മേഖലയെ നിലനിർത്താൻ വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ ഈ മേഖല നശിക്കത്തേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് 1990-95 കാലഘട്ടങ്ങളിൽ 1600 തിയേറ്റർ ഉള്ളത് വെറും 400 സ്ക്രീനായിട്ട് കുറഞ്ഞു. അതിനുശേഷം പിന്നീട് തിയേറ്ററുകൾ റിനോവേറ്റ് ചെയ്ത് വൃത്തിയാക്കി AC ചെയ്ത് നല്ല സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായി, അതിന്റെ മെയിൻ്റനൻസ് കൂടി. അപ്പൊ ഇത്രയും മെയിൻ്റനൻസ് ചാർജും കറണ്ട് ചാർജും ഒക്കെ കൊടുത്ത് ഈ സ്ഥാപനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഹിറ്റുകൾ കിട്ടിയപ്പോൾ അതിന്റെ കൂടെ കളക്ഷൻ ഡ്രോപ്പ് ആയി.
അപ്പൊ അന്ന് ചാനലുകളിലേക്ക് ഇപ്പൊ ഏഷ്യാനെറ്റും സൂര്യയും ഒക്കെ ആയിട്ട് ചാനൽ റേറ്റും കാര്യങ്ങൾ ഒരുപാട് ചാനലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ആളുകൾ വീണ്ടും ടിവിയുടെ മുമ്പിലേക്ക് പോയത്. അതിനുശേഷം വീണ്ടും തിയേറ്ററിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് OTT പോലുള്ളത്. OTT പോലുള്ള വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഷൈൻ ടോം ചാക്കോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് ഉള്ള എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇന്ന് ഒരു 20, 25, 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരുടെ വിരലിന്റെ തുമ്പിൽ ഇന്ന് സിനിമ കാണാൻ കഴിയുന്നു. പിന്നെ എന്തിനാ ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം നല്ല ഫാമിലി സബ്ജക്ട് സിനിമയാണെങ്കിൽ പോലും തിയേറ്ററുകളിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ മടിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിരൽത്തുമ്പിൽ ഇരുന്ന് സിനിമ കാണാൻ വേണ്ടി. അപ്പൊ അവര് ചോദിച്ചു, ഒരു 50 ദിവസമോ 60 ദിവസമോ ആണോ നിങ്ങൾ OTT കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പുള്ളി പറഞ്ഞ ഒരു ഇത് കേട്ടപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുക. കാരണം ഒരു ഒരെണ്ണത്തിന് ഡിമാൻഡ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇത് ഒരു കാരണവശാലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്കിത് കാണണമെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയാലേ പറ്റൂ. ഈ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കൂടി നല്ല കണ്ടന്റുമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇത് വേറെ കച്ചവടങ്ങളൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, സിനിമാ തിയേറ്ററിൽ ഒരു പടം ഹിറ്റായാൽ ഇന്ന് ഭയങ്കരമായ കളക്ഷനിലേക്ക് തന്നെ ഈ പ്രൊഡ്യൂസർ കിട്ടുന്നുണ്ട്. കാര്യം കൃത്യമായിട്ട് പറഞ്ഞതാണ് ജോബി പറഞ്ഞത്. കിഷ്കിന്ധാണ്ഡം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ ദിവസം ഫസ്റ്റ് ഡേയിൽ എന്റെ തിയേറ്ററിൽ വെറും 7 പേരാണ്. സത്യം പറഞ്ഞാൽ ഒരു 10 പേര് 15 പേര് അല്ലാതെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ജോബി കുറച്ചാളെ ഉള്ളൂ എന്ന് പറഞ്ഞതിന് അതിൽ നാണം കെടുത്തുണ്ടെന്ന് എനിക്കത് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. വെറും 7 പേരിൽ വെച്ച് തുടങ്ങി. പക്ഷെ അത് 14 പേരായി. വൈകിട്ട് ഭക്ഷണം ആയപ്പോഴത്തേക്ക് അത് 25, 30 പേരായി. പിന്നീട് സെക്കൻഡ് ഷോ ആയപ്പോഴത്തേക്ക് അത് 100 പേരുണ്ടായി. അത് കഴിഞ്ഞിട്ട് അടുത്ത ശനി ഞായർ ആയപ്പോഴത്തേക്ക് ഉടനെ ടിക്കറ്റ് കിട്ടാത്ത പോലെ ഫുള്ളായി പോയൊരു സമയമാണ്. പക്ഷെ ആ സമയത്ത് ഓണത്തിന് 2 സിനിമകളായിരുന്നു ഉള്ളത്. ഒന്ന് ഈ ഒരു സിനിമയും അതോടൊപ്പം AR എന്ന് പറഞ്ഞൊരു പടം. അപ്പൊ ഓണ സമയത്ത് ഒരു ഫാമിലി പടം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് കാണാൻ കിഷ്കിന്ധാണ്ഡം എന്ന് പറഞ്ഞൊരു നല്ല ഒരു സബ്ജക്ട് പടം കിട്ടിയപ്പോൾ അവര് അതിനെ റോഡിലേറ്റു, അത് മുമ്പോട്ട് കൊണ്ടുപോയി. മുമ്പേ സജി അന്നേട്ട് പറഞ്ഞ പോലെ ജോബി ഒരു ലക്കി പ്രൊഡ്യൂസറാണ്. ലക്കി പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആ പടത്തിന് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ആ പടത്തിന് കിട്ടി. ഇപ്പൊ ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ മോഹൻലാൽ സിനിമ ഈ 27 റിലീസ് ചെയ്യുന്നത് കാത്തിരിക്കുന്നത്. തീർച്ചയായും.